തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഭരണനിർവഹണ കാര്യത്തിൽ മികവ് പുലർത്താനാണ് പ്രൊഫഷണലുകളെയും മുതിർന്ന നേതാക്കളെയും ഉൾപ്പെടെ ഇത്തവണ കാസർഗോഡ് മത്സരിപ്പിക്കാൻ തീരുമാനിച്ചതെന്നാണ് CPM ജില്ലാ സെക്രട്ടറി M രാജഗോപാൽ ന്യൂസ് 18നോട് പറഞ്ഞത്. രാഷ്ട്രീയവും വികസനപരവുമായ ഘടകങ്ങൾ പരിശോധിച്ചാൽ LDFന് ഇത്തവണ കൂടുതൽ മുന്നേറ്റമുണ്ടാക്കാൻ സാധിക്കുമെന്നും M രാജഗോപാൽ. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഇത്തവണ LDF കരുത്തരായ സ്ഥാനാർത്ഥികളാണ് രംഗത്തിറക്കുന്നത്. അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സമാനമായ രീതിയിലുള്ള പോരാട്ടം കാസർഗോഡ് ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. പ്രത്യേകിച്ച് CPIMന്റെ സ്ഥാനാർത്ഥികളാണ്. സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ മത്സരത്തിൽ തന്നെ ഇറങ്ങുന്നു എന്നതാണ് ഏറ്റവും പ്രധാനം. അതായത് BJPക്ക് ഏറെ ശക്തിയുള്ള ഒരു ജില്ലയാണ്. അതുകൊണ്ട് തന്നെ BJP ഏത് രീതിയിലും പരാജയപ്പെടുത്തുക അല്ലെങ്കിൽ വളർന്നു വരാനുള്ള സാഹചര്യം ഇല്ലാതാക്കുക, അത് തന്നെയാണ് LDF ലക്ഷ്യമിടുന്നത്. ഏതായാലും നമ്മോടൊപ്പം ജില്ലാ സെക്രട്ടറി തന്നെ ചേരുന്നു, M രാജഗോപാൽ MLA ചേരുന്നു. എത്രത്തോളം ഒരുക്കങ്ങൾ ഇപ്പോൾ LDF മുന്നോട്ട് പോയി? എന്താണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ? തെരഞ്ഞെടുപ്പിൻ്റെ സംഘടനാ പ്രവർത്തനങ്ങളുടെ മുന്നൊരുക്കം നല്ല രീതിയിൽ തന്നെയാണ് ജില്ലയിൽ LDFൻ്റെ ഭാഗത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനകത്ത് പ്രത്യേകിച്ച് CPIM എന്നുള്ള രീതിയിൽ മാസങ്ങൾക്ക് മുമ്പേ തന്നെ അതിൻ്റെ എല്ലാ സംഘടനാ പ്രവർത്തനങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. ഇത്തവണ പഴയ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി വിവിധ കാരണങ്ങളാൽ ഏറ്റവും അനുകൂലമായ സാധ്യതയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം. രാഷ്ട്രീയമായിട്ടായാലും അതുപോലെ തന്നെ വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളും നടത്തിയിട്ടുള്ള സർക്കാരിനുള്ള അംഗീകാരമായാലും ഏത് തരത്തിലായാലും ജനങ്ങൾ ഇന്ന് ബഹുഭൂരിഭാഗം ജനങ്ങളും ഇന്ന് ഇടതുപക്ഷത്തെ ചേർത്ത് പിടിക്കുകയാണ്. രാഷ്ട്രീയമായിട്ടാണെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രസക്തി എന്നുള്ളത് വർത്തമാനകാല ഇന്ത്യൻ സംസ്ഥാന രാഷ്ട്രീയത്തിൽ വർഗീയതയ്ക്കെതിരായി ഏറ്റവും ശക്തമായ നിലപാട് സ്വീകരിക്കുകയും മതന്യൂനപക്ഷങ്ങളെ ചേർത്ത് പിടിക്കുകയും അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനും അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനും എല്ലാമുള്ള എല്ലാ ഇടപെടലുകളും നടത്തുന്നത് മതേതര ഇടതുപക്ഷ പ്രസ്ഥാനം എന്നുള്ളതാണ് മുൻകൈ കൊടുക്കുന്നത്. അതുപോലെ ഈ കഴിഞ്ഞ 9.5 വർഷക്കാലമായി കേരളത്തിൽ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ വിസ്മയകരമായ വികസന പ്രവർത്തനങ്ങൾക്കാണ് നാട് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കേരളത്തിൽ ഉൽപ്പാദന പശ്ചാത്തല സേവന മേഖലകളിൽ കോടിക്കണക്കിന് രൂപയാണ് ഈ ഘട്ടത്തിൽ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കപ്പെട്ടിട്ടുള്ളത്. കേരളത്തിൻ്റെ പൊതുവികസനമാണെങ്കിൽ മെഗാ പ്രോജക്റ്റുകൾ, അത് നാഷണൽ ഹൈവേ ഉണ്ട്, കോസ്റ്റൽ ഹൈവേ ഉണ്ട്, ഹിൽ ഹൈവേ, ജലപാത, അതുപോലെ തന്നെ ഗ്യാസ്, അതുപോലെ തന്നെ വിഴിഞ്ഞം പദ്ധതി, അങ്ങനെ ഒട്ടേറെ വളരെ ലോകതലത്തിൽ തന്നെ അറിയപ്പെടുന്ന വിവിധ പദ്ധതികൾ നല്ല രീതിയിൽ തന്നെ ദ്രുതഗതിയിൽ അതിൻ്റെ വിവിധ ഘട്ടങ്ങളിലാണ്. അപ്പോൾ ഒരുപടി കൂടി മുന്നിൽ ചിന്തിച്ചു ഈ പിണറായി സർക്കാർ. അതെന്താണെന്ന് പറഞ്ഞാൽ വയോജനങ്ങളെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ ഒരു നിയമം തന്നെ കേരള നിയമസഭ പാസ്സാക്കി. ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ വയോജന സംരക്ഷണ നിയമം പാസ്സാക്കിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സർക്കാരിൻ്റെ വികസന നേട്ടങ്ങൾ ഉയർത്തിക്കൊണ്ടായിരിക്കും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേരിടുക. കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം നിലവിൽ മേൽക്കൈ LDFന് തന്നെയാണ്. കാരണം ജില്ലാ പഞ്ചായത്തുണ്ട്, 6 ബ്ലോക്കുകളിൽ 4 ബ്ലോക്ക് LDFനാണ്, 38 പഞ്ചായത്തുകളിൽ 19 പഞ്ചായത്തും LDFനാണ്. ഇത്തവണ എങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത്? കൂടുതൽ ഇടങ്ങളിലേക്ക്, കൂടുതൽ പഞ്ചായത്തുകളിലേക്ക് ഈ ജില്ലാ പഞ്ചായത്ത് നിലനിർത്തി അത്തരം ഒരു പ്രകടനം തന്നെയാണ് കാഴ്ചവെക്കുന്നത്. തീർച്ചയായും രാഷ്ട്രീയവും വികസനപരവും സാമൂഹികവുമായിട്ടുള്ള ഘടകങ്ങൾ പരിശോധിച്ചാൽ ഇത്തവണ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികൾക്ക് മെച്ചപ്പെട്ട വിജയം കരസ്ഥമാക്കാൻ കഴിയുമെന്നും അതുകൊണ്ട് നിലവിലുള്ള നില മെച്ചപ്പെടുത്തുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും LDFനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. എന്തുകൊണ്ടാണ് അത്യപൂർവമായിട്ടാണ് ഈ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ മത്സരരംഗത്ത് ഇറങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്? അതിപ്രാവശ്യം പ്രൊഫഷണലുകൾ ഇറക്കുന്നുണ്ട്. വലിയ തോതിലുള്ള ഒരു പരീക്ഷണം, അത് വലിയ വിജയം മുന്നിൽ കണ്ട് അങ്ങനെ തന്നെയാണോ? തീർച്ചയായും അത് 2 കാരണങ്ങളാലാണ്. ഒന്ന്, ഈ സ്ഥാനാർത്ഥി പാനലിനെ അത് ഗുണകരമായി ബാധിക്കും, ഗുണകരമായിട്ട് അതിനെ ആളുകൾ വിലയിരുത്തും. 1. 2, ഭരണനിർവഹണ കാര്യങ്ങളിൽ ഈ തദ്ദേശ സ്ഥാപനങ്ങളൊന്നും പഴയതുപോലെ അല്ലല്ലോ. ഇപ്പോൾ വലിയ ഉത്തരവാദിത്തങ്ങളാണ്. അക്ഷരാർത്ഥത്തിൽ ഇപ്പോൾ ഒരു ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റായിട്ട് തന്നെ ഗ്രാമപഞ്ചായത്തുകൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതീവ ഉത്തരവാദിത്തമുള്ളതാണ്. വളരെ കാര്യനിർവഹണ അധികാരിയാണ് ഗ്രാമപഞ്ചായത്തിലെയും തദ്ദേശ സ്ഥാപനങ്ങളിലെയും പ്രസിഡന്റുമാരെന്ന് പറഞ്ഞാൽ. അത്തരങ്ങനെ ഭാരിച്ച ഉത്തരവാദിത്തമാണ്. അപ്പോൾ അത് ഒരു എക്സ്പീരിയൻസിൽ അല്ലെങ്കിൽ ഒരു അനുഭവ സമ്പത്തും കാര്യഗ്രാഹ്യവുമുള്ള ആളുകളെ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിലേക്ക് നിയോഗിക്കണം എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ടാണ് ആ ഒരു രീതിയിലേക്ക് വന്നിട്ടുള്ളത്. അതുകൊണ്ട് എല്ലാം പാർട്ടി സംഘടനാ രംഗത്തുള്ളവരെ എല്ലാവരെയും മത്സരിപ്പിച്ചു എന്നുള്ളതേ അല്ല. പാർട്ടി സംഘടനാ രംഗത്തുള്ള പ്രധാനപ്പെട്ട കേഡേഴ്സിനെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഒപ്പം എല്ലാ സാമൂഹിക ഘടനയും പരിശോധിച്ചുകൊണ്ട് തന്നെ എല്ലാ തരത്തിലുള്ള മുൻഗണനാക്രമത്തിൽ നിശ്ചയിച്ച് അല്ലെങ്കിൽ പരിഗണന നടത്തി എല്ലാ വിഭാഗം സമൂഹത്തിലെ സമസ്ത വിഭാഗം ജനങ്ങളെയും പ്രതിനിധീകരിക്കത്തക്ക ഒരു പാനൽ തന്നെയാണ് എല്ലാ മേഖലയിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. UDF പറയുന്നത് സർക്കാരിൻ്റെ ഭരണപരാജയം അത് മറച്ചു വെക്കാനാണ്,
അതല്ലെങ്കിൽ അത് മറികടക്കാനാണ് ഇത്തരത്തിൽ വലിയ തോതിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ ഉൾപ്പെടെ കളത്തിലിറങ്ങുന്നതെന്നാണ്, ശക്തരായ മത്സരാർത്ഥികൾ ഇറങ്ങുന്നതെന്നാണ്. അത് മുൻകൂട്ടി പരാജയ ഭീതിയെ കണ്ടുകൊണ്ടുള്ള ഒരു പ്രതികരണമാണ് UDFിൻ്റെ ഭാഗത്തുനിന്ന്. അവർക്കറിയാം ഈ തെരഞ്ഞെടുപ്പിൽ ഒരു ലക്ഷ്യം കിട്ടില്ല. കാരണം കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ ജനക്ഷേമ പ്രവർത്തനങ്ങൾ, വികസന പ്രവർത്തനങ്ങൾ, കേരളത്തിൽ ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളിലാണെങ്കിൽ ഏറ്റവും കൂടുതൽ മതിയായ സമയത്ത് പണം കൊടുത്ത് നാട്ടിൽ വികസനം പ്രാദേശിക തലത്തിൽ ഉറപ്പുവരുത്തിയ സർക്കാരാണിത്. അപ്പോൾ പഞ്ചായത്തുകൾ നടത്തുന്ന വികസന പ്രവർത്തനങ്ങളായാലും സർക്കാർ നടത്തുന്ന വികസന പ്രവർത്തനങ്ങളായാലും അതിലുപരി CPIM ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ സ്വീകരിക്കുന്ന രാഷ്ട്രീയ നിലപാടുകളുടെ കാര്യത്തിലായാലും കൂടുതൽ ബഹുജനങ്ങൾ ഇത്തവണ ഇടതുപക്ഷത്തെ ഇരു കൈയും നീട്ടി സ്വീകരിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ആ ഒരു പരാജയഭീതി നല്ല രീതിയിൽ തന്നെ കേരളത്തിലെ UDFിനെ സംബന്ധിച്ചിടത്തോളം അതിൽ നിന്നുളവാകുന്ന പ്രതികരണങ്ങളും അഭിപ്രായ പ്രകടനങ്ങളുമായിട്ട് മാത്രം അതിനെ കണ്ടാൽ മതി. ഞങ്ങൾ വളരെ സീരിയസ് ആയിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് വളരെ പ്രധാനപ്പെട്ട ഉത്തരവാദപ്പെട്ട പാർട്ടി നേതാക്കൾ തന്നെ ഈ പാർലമെന്ററി രംഗത്ത് ഈ പൊതുജനാധിപത്യ വേദികളുമായി ബന്ധപ്പെടണം, പഞ്ചായത്തുകൾ മത്സരിക്കണമെന്നാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് CPM വളരെ ഗൗരവത്തോടുകൂടി കാണുന്നു എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇത്തരത്തിൽ വളരെ മുതിർന്ന അംഗങ്ങളെ തന്നെ മത്സരിപ്പിക്കുന്ന ഒരു സാഹചര്യമുള്ളത്. എന്തായാലും വലിയ തോതിൽ കൂടുതൽ പഞ്ചായത്തുകളിലേക്ക് കടന്നു കയറുക എന്ന് തന്നെയാണ് CPM ലക്ഷ്യമിടുന്നതും. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി LDF അല്ലെങ്കിൽ പ്രത്യേകിച്ച് CPM നടത്തുന്നതും. KB ബൈജു, News 18, കാസർഗോഡ്.